ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 233 ദിവസം. സൂറത്തുൽ ബഖറ 223. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നിസാഉകും ഹർസുൻ ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും വഖദ്ദിമൂ ലിഅൻഫുസികും വത്തഖുല്ലാഹ വഅ്ലമൂ അന്നകും മുലാഖൂഹു വബശ്ശിരിൽ മുഅ്മിനീൻ. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു. നിങ്ങൾ സ്വന്തം കൃഷിയിടത്തിൽ യഥേഷ്ടം ചെന്നുകൊള്ളുക. എന്നാൽ നിങ്ങൾ സ്വന്തം ഭാവിക്ക് വേണ്ടി മുൻകരുതലെടുക്കേണ്ടതാകുന്നു. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കുവിൻ. ഒരു നാൾ അവനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ചുകൊള്ളുവിൻ. സത്യവിശ്വാസം കൈക്കൊണ്ടവരെ നീ സുവിശേഷം അറിയിക്കുക. സ്ത്രീകളെ കൃഷിയിടത്തോട് ഉപമിച്ചത് കൃഷിയുടെ കാര്യത്തിൽ കൃത്യമായ വ്യവസ്ഥ പാലിക്കുന്ന കർഷകരെ പോലെ. സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിക്കണമെന്നാണ്. കാടിനോട് പെരുമാറുന്നത് പോലെയല്ല മനുഷ്യൻ തോട്ടത്തോട് പെരുമാറുന്നത്. വൈവാഹിക ജീവിതത്തിൽ സന്തോഷവും ആഹ്ലാദവുമാണ് ഉണ്ടാവേണ്ടത്. സ്ത്രീ തരിശുഭൂമിയല്ല, വിളയിടമാണ്. വെള്ളവും വളവും കാവലും നൽകി അത് സംരക്ഷിക്കപ്പെടണം. സ്ത്രീ സംസർഗത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം വംശവർദ്ധനവാണ്. സുഖാസ്വാദനം അനുബന്ധ നേട്ടം മാത്രമാണ്. ഇണകൾ തമ്മിൽ വസ്ത്രമാകുന്നുവെന്ന് ഖുർആൻ മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത്രയും അടുത്ത്, ഇടയ്ക്ക് യാതൊരു മറയുമില്ലാതെ പരസ്പരം സംരക്ഷണവും അലങ്കാരവുമാണെന്ന നിലപാട് മനോഹരമാണ്. ഈ സൂക്തത്തിൽ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാകുവിൻ എന്ന് പറഞ്ഞതിനർത്ഥം ദാമ്പത്യബന്ധം സംബന്ധിച്ച് അള്ളാഹു നൽകിയ തത്വങ്ങളും നിയമങ്ങളും സൂക്ഷ്മതയോടെ ഗ്രഹിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നാണ്. ഈ ലോകത്ത് വേണമെങ്കിൽ പരസ്യമായും രഹസ്യമായും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ലംഘിക്കാനും പ്രകൃതി വിരുദ്ധമായ നടപടികൾ കൈക്കൊള്ളാനും മനുഷ്യന് കഴിയും. പക്ഷേ ഒരു നാൾ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാവേണ്ടി വരും. ഇപ്പോൾ കണ്ടെത്തുന്ന ന്യായങ്ങളും തന്ത്രങ്ങളും അന്ന് വിലപ്പോവില്ല. അവൻ്റെ ശിക്ഷയിൽ നിന്ന് അക്രമികൾക്ക് രക്ഷപ്പെടാൻ സാധ്യവുമല്ല. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബി